പാലിയക്കര ടോൾ പ്ലാസയിൽ പിരിവ് നടത്തുന്നത് സംബന്ധിച്ച ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് അന്തിമ വിധി പറയുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഉപാധികളോട് ടോൾ പിരിക്കാം, അനുവദിക്കാം എന്നാണ് കോടതി നിലപാട്. ആ ഉപാധി എന്താണെന്ന് ഇന്ന് കോടതി വ്യക്തമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മര്യാദയ്ക്ക് ദേശീയപാത കൊണ്ടു നടന്നില്ലെങ്കിൽ ഇനിയും ഇടപെടുമെന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, പാലിയക്കര ടോൾ പിരിവിൽ ഹൈക്കോടതി ഇന്ന് അന്തിമ തീരുമാനം പറയും. ഉപാധികളോട് ടോൾ പിരിക്കാം എന്നതാണ് കോടതി നിലപാടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉപാധികൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും എന്നാണ് അല്ലേ ഇന്ന് കോടതി പറയുക? മനു, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഹൈക്കോടതി ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. 47 ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ വിധി പറയുന്നത്. ഈ വിധിയിൽ ടോൾ പിരിവ് തുടരാനുള്ള അനുമതി ലഭ്യമാക്കിയേക്കും, അതായത് ഉപാധികളോട് അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന. എന്തായാലും എന്തെല്ലാം ഉപാധികളാണ് എന്നത് കോടതി നിർദ്ദേശം നൽകും. അത് ഇന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കും. നിലവിൽ വളരെയധികം, അതായത് 3-ലധികം ഇടങ്ങളിൽ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഗതാഗത ക്രമീകരണം, ആ ഗതാഗത ക്രമീകരണം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. ആദ്യം ജില്ലാ കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി നൽകുകയായിരുന്നു. തുടർന്നാണ് കോടതി ഇടപെടൽ നടത്തിയത്. ഈ കോടതി ഇടപെടലിനെതിരായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഈ ടോൾ പ്ലാസ അധികൃതർ, ദേശീയപാത ഈ ടോളിൻ്റെ കരാറുകാർ അവരൊക്കെ പോയെങ്കിലും അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. കോടതി കർശന ഇടപെടലാണ് നടത്തിയത്. അങ്ങനെയാണ് ഈ ഇത്രയധികം ഗതാഗതക്കുരുക്ക്, ദിവസങ്ങളോളം നീളുന്ന ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നതിനാൽ തന്നെ അത് പരിഹരിക്കണം. അത് പരിഹരിച്ച ശേഷം ടോൾ പിരിച്ചാൽ മതി എന്ന് കോടതി നിർദ്ദേശം നൽകിയത്. അത് ആദ്യം 4 ആഴ്ചത്തേക്ക് നൽകി, പിന്നീട് അത് നീട്ടി നൽകുകയുണ്ടായി. എന്തായാലും ഉപാധികളോടുകൂടി ടോൾ പിരിക്കാൻ കോടതി ഇന്ന് അനുമതി നൽകിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഗതാഗതക്കുരുക്ക് പലയിടത്തും ഇപ്പോഴും രൂക്ഷമാണ്. കൃത്യമായ, അതായത് നിർമ്മാണ പ്രവൃത്തികൾ ഈ മധ്യഭാഗത്ത് നടക്കുമ്പോൾ അതിന് ഇരുവശങ്ങളിലും സർവീസ് റോഡുകളിലൂടെ കൃത്യമായ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തണം. സർവീസ് റോഡുകളിൽ എവിടെയെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച്, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കൃത്യമായി വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് പരിശോധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്, പ്രശ്നമില്ല, ടോൾ പിരിക്കുന്നതിൽ തടസ്സമില്ല എന്ന നിർദ്ദേശം നൽകിയ ജില്ലാ കളക്ടറും മോണിറ്ററിംഗ് കമ്മിറ്റിയും റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് ഉപാധികളുടെ ടോൾ പിരിവ് അനുവദിക്കാൻ കോടതി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വിധിയുണ്ടാകും. മനു.